നോക്കണം. എന്റെ കൂടെ ഉള്ളത് സാജിദ് അജ്മലാണ്. സാജിദ്, ഇവിടെ BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെ ആ തീരുമാനം മാറിയേക്കാം. വ്യത്യസ്ത അഭിപ്രായം ആ പാർട്ടിക്കകത്തുണ്ട്. BJP ഫാക്ടർ നിലമ്പൂരിൽ എന്തുമാത്രമാണ്? മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ ഒന്ന് ചില ശ്രദ്ധേയമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നു. അപ്പൊ അതുകൊണ്ട് ഈ BJP മത്സരിക്കുന്നില്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് അങ്കലാപ്പ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അത്. BJP-യുടെ ഒരു ഫാക്ടർ നിഷാദ് സൂചിപ്പിച്ച ഒരു വലിയൊരു വോട്ട് ബാങ്ക് BJP-ക്ക് ഇല്ല. ഈ ഘടകകക്ഷി എന്ന നിലയ്ക്ക് BDJS മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ അവർക്ക് 4% വോട്ടാണ് നേടിയത്. അതിന് മുൻപ് 8% വരെ വന്നിട്ടുണ്ട്. അതായത് ഒരു 10% താഴെ മാത്രമാണ് അവർക്ക് ഉള്ളത്. അവർ ഈ മത്സരിക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു അനിവാര്യമായ ഉപതെരഞ്ഞെടുപ്പല്ല, അത് ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പോരാട്ടം വരുമ്പോൾ അതിനിറങ്ങണം എന്നുള്ള രണ്ട് അഭിപ്രായമാണ്. ഈ മത്സരിച്ചില്ല എങ്കിൽ ആ വോട്ട് ആർക്ക് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണെങ്കിൽ അതിൽ എന്ത് വരുന്നു എന്നുള്ളത്, അത് ഇടവോട്ട് എന്ന് മാത്രമല്ല, ഇപ്പോ ഈ കാസ അടക്കമുള്ള സംഘടനകൾ ഇവിടെ ഉണ്ട്. അവർ BJP-യോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ മത്സരിക്കാതിരുന്നാൽ ആ വോട്ട് ആർക്കൊപ്പം പോകും? അതിൽ ഈ സ്ഥാനാർത്ഥി പ്രധാനമാകും, മുന്നണി പ്രധാനമാകും. അതോടൊപ്പം തന്നെ ഈ വന്യജീവി പ്രശ്നം അൻവർ നിരന്തരം പറയുന്ന, അൻവർ ഈ ക്രിസ്ത്യൻ സഭകളെയൊക്കെ നിരന്തരം കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതെല്ലാം ഏത് രീതിയിൽ വരും എന്നുള്ളത്, അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്തായിരിക്കും ഈ ആര്യാടൻ ഷൗക്കത്തിനെ UDF നേതൃത്വം തീരുമാനിക്കുകയാണ് എങ്കിൽ അതെങ്ങനെയായിരിക്കും അപ്പുറത്ത് LDF പ്രവർത്തിപ്പിക്കാൻ പോവുക? അതിനെന്തൊക്കെ സാധ്യതകളിലേക്ക്, പരിധികടന്ന സാധ്യതകളിലേക്ക് LDF പോകുമെന്നത് നമുക്ക് ഉറ്റോക്കേണ്ട കാര്യമില്ല. LDF-ന്റെ സാധ്യതയും അവരുടെ ആലോചന എന്താണെന്ന് കൂടി നോക്കണം. എന്റെ കൂടെ ഷംസീറുണ്ട്. ഷംസീർ, ഇപ്പോ ആരായിരിക്കും ഇപ്പുറത്തെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ട് ഒരു കൗണ്ടർ സ്ട്രാറ്റജി എടുക്കാനാണ് നിലവിൽ ഇപ്പോൾ LDF ആലോചിക്കുന്നത്. അപ്പൊ ആര്യാടന്റെ പേരിനാണ് മുൻതൂക്കമെങ്കിൽ അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ അത് വ്യക്തമാണ്. ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് കൂടി മനസ്സിലാക്കിയ ശേഷം, വ്യക്തമായ ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയിക്കുക എന്ന സ്ട്രാറ്റജി തന്നെയാണ് CPM ഇപ്പോഴും പിന്തുടർന്നത്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു പ്രതികരണം. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കം വന്ന സാഹചര്യത്തിൽ ഇനി ആരാകും സ്ഥാനാർത്ഥി എന്നാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. 2-3 പേരുകൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ പേരാണ്. മറ്റൊന്ന് ഷെറോണ റോയ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കൂടി അവതരിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് തോമസ് മാത്യു എന്ന സ്ഥാനാർത്ഥി 2011 ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. 2006 18,000 വോട്ട് ഭൂരിപക്ഷത്തിൽ നിന്ന് 5,000 വോട്ടിലേക്ക് ഭൂരിപക്ഷം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ CPM തേടുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി ആര് എന്നതിന് അപ്പുറത്തേക്ക് ഗ്രൗണ്ട് ലെവലിൽ നല്ല പണി CPM ഇതോടകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. പുറമേക്ക് PV അൻവർ എന്ന ഒരു വലിയ മുഖം UDF-ന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും CPM കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഗ്രൗണ്ട് ലെവലിൽ വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ മന്ത്രിക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകാനാണ് CPM ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഓരോ ബൂത്തിലും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം നടന്നപ്പോൾ ഏറ്റവും താഴെ തട്ടിൽ തങ്ങളുടെ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി കൂടി വരുന്നതോടുകൂടി അടിത്തട്ടിലുള്ള പ്രവർത്തനത്തിന്റെ ഗുണം കൂടി CPM-ന് ലഭിക്കും, LDF-ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. ഏതായാലും 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ചു കയറുന്നത്. PV അൻവർ ജയിച്ചു കയറുന്നത്. PV അൻവർ ഇക്കുറി UDF-ന്റെ കൂടെയാണെങ്കിലും അത് ബാധിക്കില്ല. PV അൻവർ ഫാക്ടർ നിലമ്പൂരിൽ ബാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് CPM ഇപ്പോഴും ഉള്ളത്. CPM അപ്പൊ അടിത്തട്ടിലുള്ള പണി, കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. നിലമ്പൂരിൽ തോറ്റുകൊടുക്കാൻ CPM-ന് പറ്റില്ല. കാരണം PV അൻവർ പിണറായി വിജയനോട് തെറ്റിപ്പോയ ആളാണ്. പിണറായി വിജയന്റെ കുടുംബത്തെ ആക്ഷേപിച്ച് കടന്നുപോയ ആളാണ്. ആ അൻവറിനോട് തോൽക്കാൻ കഴിയില്ല. അൻവർ യുദാസാണ്, ഒറ്റുകാരനാണ്. അൻവറിന് LDF-ന്റെ പ്രഭ കെടുത്താൻ കഴിയില്ല എന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന കാര്യം. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു എന്താണ് ഈഗോ രണ്ടുപേർക്കും ഉണ്ട്. എന്തായാലും ജയിച്ചേ മതിയാവൂ എന്ന ഒന്ന്. പിന്നെ അൻവർ അല്ല CPIM-നെ മലബാറിൽ കൊണ്ടു നടക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ, അൻവറിനെ രാഷ്ട്രീയമായി അപ്രസക്തമാക്കാനുള്ള എന്താണ് ഒരു അത്യാവശ്യം LDF കാണുന്നു, അല്ലെങ്കിൽ CPM കാണുന്നു കാണാം. അതേസമയം താൻ പറഞ്ഞ കാര്യങ്ങളെ, താൻ ഉന്നയിച്ച രാഷ്ട്രീയത്തെ അവഗണിച്ച് ആട്ടിയിറക്കി വിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും CPIM-നോടും പിണറായി വിജയന്റെ ലീഡർഷിപ്പിനോടുമുള്ള കണക്ക് ചോദിക്കാനുള്ള അവസരമായിട്ട് അൻവർ ഇതിനെ കാണുന്നു. അൻവർ അതിനുവേണ്ടി കുറെ ഘടകങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ ഘടകങ്ങൾ ആ നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടില്ല എന്ന അതൃപ്തി അദ്ദേഹത്തിനുണ്ട് എന്നാണ് രാവിലെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം.